ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡിൽ ഞാൻ പറയാമെന്നില്ല. 51ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയാമെന്നില്ല. അപ്പോൾ ആൾക്കാർ നമസ്കാരം തുടങ്ങും ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഇന്നലെ ആ ഒരു പാല് എടുത്ത് വെച്ചത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആക്കി അടയ്ക്കുന്നുണ്ട്. പിന്നെ ജിഷയിലും പിന്നെ അനുമോളും പിന്നെ നെവിനും പഴയ മധുവിൻ്റെ സിനിമയുടെ ആ ഒരു രംഗമാണ് കാണിച്ചിട്ടുള്ളത്. അതൊരു കാട്ടപരാധമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ജിഷയിലിന് പറയാൻ പോലും കിട്ടുന്നില്ല. ചിലയിടത്ത് കിട്ടുന്നുണ്ട്, ചിലയിടത്ത് പണി പാളുന്നുണ്ട്. പിന്നെ എല്ലാവരെയും വിളിച്ച് ബിഗ് ബോസ് അവിടെ ഇരുത്തുന്നുണ്ട്. ഒരു ടാസ്ക് ലെറ്ററാണ് വായിക്കുന്നത്. അനീഷാണ് വായിക്കുന്നത്. അനീഷ് വായിച്ചു കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാകാണ്ട് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ലെറ്റർ ഓരോന്നോരോന്നായിട്ട് എഴുതി മാറ്റി വെച്ചിട്ട് പിന്നെ വായിക്കാൻ പറയുന്നുണ്ട്. ഒരു കുപ്പി മറ്റേ ടാസ്ക്കാണ് വന്നിട്ടുള്ളത്. ഫാക്ടറികളാണ്, ഈ 2 ഫാക്ടറികളാണ് അതിൻ്റെ ഉള്ളിൽ നിർമ്മിക്കേണ്ടത്. അത് ഒന്ന് ലെമണിൻ്റെയും ഒന്ന് ഓറഞ്ചിൻ്റെയും ഫാക്ടറികളാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ജിഷിനും അനുമോളും ജഡ്ജിമാരാണ്. ഈ ഒരു ക്വാളിറ്റി ജഡ്ജിമാരാണ്, ഈ ഫുഡിൻ്റെ ജഡ്ജിമാരാണ്. പിന്നെ ബാക്കിയുള്ളവർ അവരവർ ഫാക്ടറി ഓണർമാർ. നമ്മുടെ അനീഷും പിന്നെ നമ്മുടെ നെവിനുമാണ് ഫാക്ടറി ഓണർമാർ. ഈ കുപ്പിക്ക് വേണ്ടി അവിടെ കിടന്ന് അടിയാണ് നടക്കുക. ആദ്യത്തെ ടാസ്കിൽ അത്രയ്ക്ക് അടി ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ടാസ്കിൽ അവിടെ കിടന്ന് അടിയാണ് വയ്ക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും അനുമോള് ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഒരു കുപ്പിയൊക്കെ എടുത്ത് കുലുക്കിയൊക്കെ നോക്കി ഒഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി ചെക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ജിഷിനാണെങ്കിൽ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ജിഷിനെ എടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ കേട്ടിട്ട് ഈ ഒരു അനുമോളുമായിട്ട് ചെറിയൊരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ രണ്ട് പേരുടെയും ഈ ഒരു ജ്യൂസ് എടുക്കുന്നില്ല, ഇവർക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുപ്പിയാണ്, കുപ്പിക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് അടിയാണ്. ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഈ ഒരു അനീഷിൻ്റെ അടുത്തും പോകുന്നുണ്ട്, നെവിൻ്റെ അടുത്ത്. നെവിനാണെങ്കിലും ഫണ്ണായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുത്ത് പോയിട്ടുള്ളത്. പിന്നെ ഈ അനീഷാണെങ്കിലും പരമാവധി പരമാവധി ക്ഷമിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു വ്യക്തികൾ തമ്മിൽ ചെറിയൊരു യുദ്ധങ്ങളും ചർച്ചകളും ഫൈറ്റുകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒനിയിലാണെങ്കിലോ അവിടെ കിടന്ന് ഈ കോപ്പിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു യുദ്ധം തന്നെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആര്യനാണെങ്കിലും ഒരു ഗുഡായിട്ടുള്ള ഇതാണ് ഇട്ടിട്ടുള്ളത്. ആ വ്യക്തിക്ക് ഗെയിം മനസ്സിലായിട്ട് ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയാണെങ്കിലും. കയ്യിലാണെങ്കിലും അവിടെ നിന്നൊക്കെ കുപ്പി എടുക്കുക, കള്ളത്തരങ്ങളാണ്. അവിടെയുള്ള എല്ലാവരുടെ നിന്നും കള്ളത്തരങ്ങളാണ്. ഈ ഒരു അനീഷിൻ്റെ 3 കുപ്പി കാണാണ്ടാകുന്നുണ്ട്. ഇത് ഇവരാണ് എടുത്തിട്ടുള്ളത് എന്നും അവിടെ ക്വാളിറ്റി ചെക്ക് ഇരിക്കുന്നവരുടെ അടുത്തും ഈ ഒരു അനീഷാണെങ്കിലും വാദങ്ങൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടാസ്കും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യൻ അങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങുന്നതായിട്ടാണ് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നത്. അനീഷാണെങ്കിലും നല്ല ഒരു രീതിക്ക് ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു വ്യക്തികളോട്, സാബുമേനാണെങ്കിലും ഈ ഒരു ക്വാളിറ്റി ചെക്കിൻ്റെ ജഡ്ജായിട്ട് വരുന്നുണ്ട്. അനുമോളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അനീഷാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ പെട്ടിയെല്ലാം മാറ്റുന്നുണ്ട്. അനീഷിനെ നൂഡിലെയും ആദിലെയും അവിടെ അനീഷിനെ ചൊറിയുന്നമാരെയൊക്കെ ഈ ഒരു പ്രമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടാസ്ക്കാണ് ഒരു ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ടാസ്കിൻ്റെ രീതിക്ക് കാണാണ്ട് ഇവർ വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിനക്ക് കിട്ടിയ നീ പണിപ്പുരയിലോട്ടേക്ക് പോകില്ലേ, ആര്യനും ഈ ഒരു ഒനിയിലും തമ്മിലുള്ള ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതൊന്നും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടാസ്കിൻ്റെ രീതിക്കാണ് നല്ല രീതിക്ക് കളിച്ച് മുന്നേറുക എന്നാണ് പറയുന്നത്. അനുമോളിൻ്റെ ഒരു ഷോയപ്പും ഒന്നും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാണാനുള്ളത്. ജിഷിനാണെങ്കിലും ഒരു കിറ്റിലെ ഒരു ആക്ടിങ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്.